ഹായ് ഫ്രണ്ട്സ്, മുണ്ടയാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അറിയാം. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണിത്. ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ മലബാറിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ വന്നെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാക്ഷേത്രോത്സവമാണ് മുണ്ടയാംപറമ്പ് തറക്ക് മീത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ മേടത്തിൽ മഹോത്സവം. പണ്ട് മുതലേ 1000-ൽ പരം ഭക്തർ മേടത്തര മഹോത്സവത്തിൽ പങ്കെടുക്കാനായി മുണ്ടയാംപറമ്പിൽ എത്തിച്ചേരാറുണ്ട്. കുണ്ണുങ്കര ചോറുകോരൽ ഈ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്. ഉത്സവത്തോടനുബന്ധിച്ച് തെയ്യക്കോലങ്ങളും കെട്ടിയാടുന്നു. വലിയ തമ്പുരാട്ടി, ചെറിയ തമ്പുരാട്ടി, അറവിലാൻ തെയ്യം, പെരുമ്പേശൻ തെയ്യം എന്നിങ്ങനെയുള്ള തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത്. ഇതുകൂടാതെ താഴേക്കാവിൽ കോഴി അറവ് നടക്കാറുണ്ട്. ഇവിടെ നിന്നും അറക്കുന്ന കോഴികളെ ക്ഷേത്രത്തിൻ്റെ സമീപത്തെ പ്രദേശങ്ങളിൽ വെച്ച് പാകം ചെയ്ത് കഴിക്കണം എന്നാണ് വിശ്വാസം. അതിനുശേഷം മാത്രമേ ഭക്തർ ഈ പരിസരം വിട്ടു പോകാറുള്ളൂ. ക്ഷേത്രത്തിൻ്റെ തിരുനടയിലുള്ള അരയാലിൻ്റെ തറയാണ് അതിമനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഒരു അതിമനോഹരമായ അരയാൽ തറ. ഞാൻ ഈ ക്ഷേത്രത്തിലെത്തുമ്പം രാവിലെ സമയം 4 മണി കഴിഞ്ഞിരുന്നു. രാവിലെ 2 മണിക്കായിരുന്നു ചെറിയ തമ്പുരാട്ടിയുടെ തെയ്യം, അത് കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്ര പരിസരത്തായി നിരവധി കാവുകളുണ്ടത്രേ. അതിൽ താഴേക്കാവിലാണ് കോഴിയെ സമർപ്പിക്കുന്നത്. കാവിലെ കലശമാണ് താഴേക്കാവിലെ പ്രധാന ചടങ്ങ്. കോഴിയറവ് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. കോഴിയറവിനായി കോഴികളെയും കൊണ്ട് താഴേക്കാവിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് രാവിലെ പുലർച്ചെ ഒരു 5 മണി സമയമാണ് കേട്ടോ. കോഴിയറക്കുന്ന സ്ഥലത്തിന് താഴേക്കാവ് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പ്രത്യേകം ആൾക്കാർ തന്നെയാണ് ഇവിടെ കോഴി അറുത്ത് കൊടുക്കുന്നത്. വഴിപാട് കൗണ്ടറിൽ നിന്നും കോഴിയറവിനുള്ള രസീത് ചെയ്തതിന് ശേഷം മാത്രമേ കോഴി ഇറക്കാൻ പാടുള്ളൂ. ഈ താഴേക്കാവിൽ നിന്ന് മാത്രമേ കോഴി ഇറക്കാനും പാടുള്ളൂ. അവിടെ പ്രത്യേകം ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ കോമരത്താന്മാരാണ് ഈ കർമ്മം ഇവിടെ നിർവഹിക്കുന്നത്. ചുവന്ന പട്ടുടുത്താണ് ഇവർ ഈ കർമ്മം നിർവഹിക്കുന്നത്. അറുത്ത് കിട്ടുന്ന കോഴിയെ ഡ്രസ്സ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാൻ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റാളുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നും അറുത്ത് കിട്ടിയതിന് ശേഷം കൊണ്ടുപോയി അടുത്തുള്ള റബ്ബർ തോട്ടങ്ങളിലാണ് പാകം ചെയ്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഭക്തജനങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. കോഴിക്കോട് ജില്ലയുടെ ഇതര ഭാഗങ്ങളിലുള്ള ഭക്തരാണ് കൂടുതലായും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതിരാവിലെ ആയതിനാൽ ഭക്തരുടെ തിരക്ക് ഇപ്പോൾ വളരെ കുറവാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവിടെ അതിഭയങ്കരമായ തിരക്കായിരിക്കും എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. മുണ്ടയാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെയുള്ളൊരു ചടങ്ങ് നമുക്ക് അറിയായിരുന്നു, ഇങ്ങനെയൊരു ചടങ്ങുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഈ ചടങ്ങ് കാണുന്നത്. പിന്നെ ഇവിടെ വേറൊരു ചടങ്ങാണ് മറികൊത്തൽ. ഈ മറികൊത്തൽ ചടങ്ങ് സർവ്വ വിഘ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളൊരു ചടങ്ങാണിത്. ഇതും താഴേക്കാവിലാണ് നടക്കുന്നത്. താഴേക്കാവിൽ നടക്കുന്ന ചടങ്ങുകൾ ഹിംസയിൽ അധിഷ്ഠിതമായ ചടങ്ങായതിനാൽ നമ്പൂതിരിമാർക്ക് പ്രവേശനമില്ല. ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് മറികൊത്തൽ ചടങ്ങ് നടക്കാറുള്ളത്. ഭഗവതിയുടെ ഓമന കല്യാണം എന്ന പേരിൽ നടത്തിവരുന്ന മേടത്തറ മഹോത്സവം ഏറെ പ്രസിദ്ധമാണ്. കള്ളാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം. ദേവാസുര യുദ്ധത്തിൽ വിജയിച്ച ഭഗവതി തൻ്റെ കൂടെയുണ്ടായിരുന്ന ദേവഗണങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതാണ് കുണ്ടുങ്കര ഊട്ട്. ചെമ്പിൽ വെക്കുന്ന ചോറ് പാളയിൽ കോരിയാണ് വിളമ്പുന്നത്. കാവിൽ നിന്ന് പൂജിച്ച് വാങ്ങുന്ന ഒരു കോഴിയെ ഒരാണ്ട് വളർത്തി ഉദ്ദിഷ്ട കാര്യത്തിനായി ബലി നൽകുന്നതാണ് കോഴി അറവ് ചടങ്ങ്. മാത്രവുമല്ല, അതിനെ ഈ മണ്ണിൽ നിന്ന് പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നു. കോമരത്തെ കൊണ്ടാണ് നേർച്ചക്കോഴികളെ ബലി നൽകുന്നത്. ദേവാസുര യുദ്ധത്തിൽ ചണ്ടമുണ്ടാളന്മാരെ ദേവി നിഗ്രഹിച്ച സ്ഥലമാണത്രേ താഴേക്കാവ്. അവിടെ വെച്ചാണ് കോഴിയറവ് നടക്കുന്നത്.
അസുരവധത്തിന് ശേഷം ദേവി ഉച്ച കഴിഞ്ഞ് ഇവിടെ വിശ്രമിക്കുകയായിരുന്നു. ഇതിലെ പോകുന്ന വഴിപോക്കർ ദേവിയോട് കുശലം ചോദിച്ചത്രേ. കോപിഷ്ഠയായ ദേവി മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞു അത്രേ. അതിനുശേഷം ഇവിടെ ഉച്ചയ്ക്ക് ശേഷം ആരും മിണ്ടുകയോ ദേവീനാമം ഉച്ചരിക്കുകയോ ചെയ്യാറില്ലത്രേ. രക്ഷകിയും ശിക്ഷകിയുമായി മാറുന്ന ഭദ്രകാളിയെ ഉത്തമകർമ്മം കൊണ്ടും മധ്യമകർമ്മം കൊണ്ടും പ്രീതിപ്പെടുത്തുന്ന ആചാര വൈവിധ്യമാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ഹലോ ഗൈസ്, മുണ്ടിയാമ്പറമ്പ് ക്ഷേത്രത്തിലാണുള്ളത്. ഗൈസ്, ഇതെൻ്റെ മാമനാണ്. നമ്മൾ മുണ്ടിയാമ്പറമ്പ് ക്ഷേത്രത്തിലാണുള്ളത്.
എല്ലാം കോഴി അറവിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന കേട്ടോ ക്യൂവിൽ. ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ രാവിലെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഏകദേശം തീർന്നിരുന്നു. ഇത് എത്രയോ ജനങ്ങൾ ക്യൂവിൽ നിൽക്കുന്ന കോഴി അറവിന്. അറക്കുന്ന കോയിനായി ചേട്ടന്മാരെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ചേട്ടാ എവിടുന്നാ വരുന്നത്? കടത്തൂരേടാ? കോഴിക്കോടാ? തലശ്ശേരി. ആ കുറേ നേരമായോ കോഴി അറക്കാൻ നിൽക്കുന്നത്? എത്ര കോഴിയുണ്ട്? 5 കോഴിയുണ്ട്. ഇനി ഇവിടുന്ന് പാകം ചെയ്ത് കഴിച്ചിട്ട് പേരെന്താ? അറവ് കഴിഞ്ഞ് കോഴീനെ പാകം ചെയ്യുന്ന സ്ഥലങ്ങളാണിത് കേട്ടോ. അവരവരെ അറുത്ത കോഴി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്ന് പാകം ചെയ്യുന്ന സ്ഥലമാണിത്. അടിപൊളിയല്ലേ? ഈ പറമ്പ് മുഴുവനായിട്ട് പാകം ചെയ്യുന്ന സ്ഥലങ്ങൾ കൂടുതലും വടകര, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന്, വടകര, കൊയിലാണ്ടി ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. നല്ല നടപ്പാലം കയ്യും പിടിച്ച് നടക്കണമേ ഒന്നോ എന്നൊരു വിളിയും കേട്ട് ഒന്നോ എന്നൊരു നിന്റെ ചോര വീണാലത്രേ പാലത്തിൻ കൂടെ ഉറക്കുള്ളോന്ന് പെണ്ണിന്റെ ചോര വീണാലത്രേ പാലത്തിൻ കൂടെ ഉറക്കുള്ളോന്ന് ആ പറഞ്ഞോളൂ ചേട്ടാ, എവിടുന്നാ വരുന്നത്? പള്ളിക്കുന്നോ? വടകര. എന്നാ പാട്ട് പഠിക്കാം. പാട്ടില്ല. നിങ്ങൾ എവിടെയാ പാകം ചെയ്യുന്നത്? കോഴി എവിടെയാ പാകാകുന്നത്? ഓ ആ ശരി, ഇത് നിങ്ങളെ വന്നല്ലോ. ആ അപ്പോൾ എവിടെ നിങ്ങൾ? വടകരക്കാരാ? പാനൂർക്കാരാ? നമ്മളെ നാട്ടുകാർ തന്നെ അല്ലേ? ഇത് യൂട്യൂബ് പാനൂർ ടീം. ഓക്കെ, ഇനി ഒരു പാട്ടും കൂടി പാടുമല്ലേ? ഇതല്ലേ നിങ്ങളും ഒരു ഏട്ടനേനെയും മാതിരി ഉണ്ട് അല്ലേ? ഏട്ടനോറും അനിയനെ വരും. ഓക്കെ, എന്നാ ഒരു പാട്ട് പാടാം അല്ലേ? ആ പഠിക്കാം. അല്ല, ആയി വരണ്ടേ ഇനി? 4 വരി. ഇത് നമ്മളെ ഇടുന്ന പാനൂര് പാട്ടുണ്ടോ? നിങ്ങളെ പാട്ടുണ്ടോ? പാട്ടില്ലേ? ഓക്കെ, ഇത് അടുപ്പ് വെറുതെ കത്തുന്നുണ്ട്. അല്ല, ആയാ സംഭവം റെഡിയായി. എനിക്ക് കഴിക്കുന്നുണ്ട്. ഓ അതൊന്നല്ലേ? അതെ പിടിക്കാം. നിങ്ങളെയും പിടിക്കാം, ഇവരെ പിടിക്കാം, എല്ലാരും പിടിക്കും. ആ ചിക്കൻ. ഈ ചിക്കൻ റെഡിയാക്കുന്ന ചേട്ടന്റെ പേരെന്താ? ചിരിച്ചോ? അതെയാ, അടിപൊളിയാ അല്ലേ? ശരി, ഷെഫ്. കുക്കർ അതായിപ്പോയി. ഷെഫ് അല്ലേ? ഓക്കെ, കുക്ക് ചെയ്യുന്ന ആളായോണ്ട് ആൾക്കാരുണ്ട് അല്ലേ? ഇഷ്ടംമാതിരി.
പിടിക്കട്ടെ. നിങ്ങൾ തുടങ്ങിയാ നമ്മളെയൊന്നും കൂട്ടാതെയാ. ഇത് എവിടുത്തെ തരാ? കുറ്റിയാടി. നമ്മള് കണ്ണൂരാന്ന്, നാദാപുരംകാരാ. ശരി, നിങ്ങൾ പെട്ടെന്നായല്ലോ. അപ്പോൾ നിങ്ങൾ രാവിലെ കട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആ, രാവിലെ ഞാൻ നോക്കുമ്പോൾ നിങ്ങളെ കട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂര് കക്കാട്. പെട്ടെന്ന് പരിപാടിയായില്ലേ? സാമ്പിൾ പഠിക്കട്ടെ. വേറെ ഉണ്ടോ? വരുന്നുണ്ടോ? ഓക്കെ, ശരി.